പരാതിയായിട്ട് വരാനായിട്ട് കാരണം? അത് നമുക്ക് നമ്മുടെ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ജീവൻ സാറിന് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കോടതിയിൽ അപേക്ഷ കൊടുക്കുന്ന ആ സമയത്ത് ശ്രീകുമാർ വക്കീൽ നമുക്ക് വേണ്ടിയിട്ട് സതീശൻ വക്കീലിനെ ഏൽപ്പിച്ചു കേസ് നടത്താൻ വേണ്ടിയിട്ട്. പക്ഷെ അന്ന് നമ്മളറിയാതെയാണ് ശ്രീകുമാർ വക്കീൽ സതീശൻ വക്കീലിനെ ഏൽപ്പിച്ചത്. അങ്ങനെ ആ ഒരു ചതി ഞങ്ങൾക്ക് സംഭവിച്ചു. പക്ഷെ അന്ന് എല്ലാവരും നമ്മളോട് ഇതിനെതിരെ പരാതി കൊടുക്കണമെന്ന് പറഞ്ഞുവെങ്കിലും അമ്മ അത് വേണ്ട വെച്ചാൽ അമ്മയ്ക്ക് അത് അവരോട് ദൈവം ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പം ഞങ്ങൾ അറിയുന്നത് നവീൻ ബാബുവിൻ്റെ ഈ കാര്യത്തിലും അവർക്കും ഒരു ചതി വന്നു എന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ എന്തായാലും ഇതിനെതിരെ നമ്മളെന്തായാലും പരാതി കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ എത്തിയത്. പിന്നെ അമ്മയ്ക്ക് കാലിന് വയ്യാത്തത് കൊണ്ടാണ് അമ്മ വരാതിരുന്നത്. ഇങ്ങനെ പോകുവാണെങ്കിൽ നമ്മൾ താഴേക്കിടയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? നമ്മളൊക്കെ നീതിക്ക് വേണ്ടി നമുക്ക് നീതി കിട്ടണമെന്ന് ഞങ്ങൾ പോരാടുന്നവരാണ്. അപ്പോൾ അങ്ങനെ പോരാടുന്ന നമ്മളോട് ഇങ്ങനെ കാണിക്കുന്നത് ഒരു അനാസ്ഥയാണല്ലോ. നമുക്കത് എന്തായാലും നമ്മൾ ഇതിനെതിരെ നമ്മൾ പരാതിയുമായിട്ട് മുമ്പോട്ട് പോകും. ആവശ്യപ്പെട്ട വക്കീലിനെ അല്ലായിരുന്നു ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. സതീശൻ വക്കീലിനെ വെച്ച് തരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഈ ശ്രീകുമാർ വക്കീൽ ഇടപെട്ടിട്ട് തന്നെയാണോ സതീശൻ വക്കീലിനെ ഏർപ്പെടുത്തിയെന്ന് പൂർണ്ണമായി വിശ്വസിക്കുകയാണ്? ശ്രീകുമാർ വക്കീലാണ് അവരെ നമ്മുടെ കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് അവരെ ഏൽപ്പിച്ചിട്ട് അത് നമ്മളറിഞ്ഞിട്ടില്ല. നമ്മളറിയാതെയാണ് അവർ സതീശൻ വക്കീലിനെ വെച്ചതല്ല അവരെ ഏൽപ്പിച്ചിട്ടുള്ളത് നമ്മുടെ കേസ് വാദിക്കാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി ഇടപെടൽ നടത്തിയ ശ്രീകുമാർ വക്കീലാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് അങ്ങനെയാണോ? അത് ഒന്ന് പറഞ്ഞോട്ടെ. അത് ശ്രീകുമാർ വക്കീലിൻ്റെ ഈ സതീശൻ വക്കീൽ ഇത് കഴിഞ്ഞിട്ട് പുള്ളി രാജിവെച്ചിട്ട് പുള്ളി ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയിരുന്നു. അത് ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ആ മാധ്യമത്തിൽ പുള്ളി കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ ഇദ്ദേഹം ശ്രീകുമാർ വക്കീൽ വന്ന് എന്നോട് ആവശ്യപ്പെട്ടു, ആ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ തീരുമാനം എടുത്തതെന്ന് പറഞ്ഞ് അത് ഇതിലൊക്കെ ഉണ്ട്. ആക്ച്വലി യൂട്യൂബിൽ കിടപ്പുണ്ട്. ആ ലിങ്ക് ഞങ്ങളുടെ പരാതിയിലും ഞങ്ങൾ പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹം ആവശ്യപ്പെട്ടു എന്ന് തന്നെ സതീശൻ വക്കീൽ തന്നെ പറയുന്നത്. അപ്പോൾ പുള്ളിക്ക് ഇതിൻ്റെ അന്തർനാടകളൊന്നും അറിയാൻ പാടില്ലായിരുന്നു എന്ന് പുള്ളി പറയുന്നുണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തിന് സ്വാധീനം ചെലുത്തി ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ അങ്ങനെയൊക്കെ വെക്കാൻ കഴിയുമോ? അത് നമുക്കപ്പുറത്തുള്ള ഒരു സാധനങ്ങളാണിത്. കാരണം നമ്മൾ ശരിക്കും ഇദ്ദേഹത്തെ നമ്മൾ വിശ്വസിച്ചാണല്ലോ നമ്മളൊരു വക്കീലിനെ വക്കാലത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ഇപ്പം ഈ സ്ഥലത്ത് നിന്ന് തന്നെ ഞങ്ങളോട് എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിൻ്റെ കണ്ടാണെന്ന് തോന്നുന്നു ഒരു ലേഖനം ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായമായിട്ടല്ലേ അത് കോടതിയിൽ വരുന്നത്? അതായത് ഞങ്ങളുടെ വക്കീലൊരു അഭിപ്രായം കോടതിയിൽ പറയുമ്പോൾ അത് ഞങ്ങളുടെ അഭിപ്രായമായിട്ടല്ലേ വരുന്നത്. ഇപ്പോൾ ഈ നവീൻ ബാബുവിൻ്റെ കേസിൽ എന്താ വന്നിരിക്കുന്നത്? ആദ്യം ഇത് വന്നത് മഞ്ജുഷ മാഡത്തിൻ്റെ അഭിപ്രായമായിട്ടാണ്. ഈ ക്രൈംബ്രാഞ്ച് എൻക്വയറി മതി എന്നുള്ള രീതിയിലല്ലേ വന്നിരിക്കുന്നത്. പക്ഷേ പിന്നീടാണ് നമ്മൾ അറിയുന്നത് മഞ്ജുഷ അവർ ഭാര്യ ഇത് അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഇവിടെ മാധ്യമങ്ങൾ ഞങ്ങളോട് ആലോചിച്ച് നിങ്ങളുടെ വക്കീലിൽ നിങ്ങളുടെ അഭിപ്രായമല്ലേ പറയുന്നതെന്നാണ് ചോദിച്ചത്. പക്ഷേ പിന്നീടാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ വക്കീലിന് ഞങ്ങളോട് ചോദിക്കാതെയും ഞങ്ങൾ അറിയാതെയുമാണ് ഈ അഭിപ്രായം പുള്ളി പറഞ്ഞിരിക്കുന്നത്.